കൊച്ചി ചമ്പക്കര കനാലിൽ നിന്ന് ബാർജ് നിയന്ത്രണം വിട്ട് അപകടമുണ്ടായി. FACTയിലേക്ക് ഇന്ധനവുമായി പോയി മടങ്ങവെയാണ് ബാർജിന് നിയന്ത്രണം നഷ്ടമായത്. പാലത്തിനടിയിലെ സംരക്ഷണ ഭിത്തിയിൽ ബാർജ് ഇടിച്ചു നിൽക്കുകയാണ്. ജലഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ലേപി സജീന്ദ്രൻ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. കൊച്ചി തുറമുഖത്ത് നിന്ന് ഇന്ധനവുമായി അമ്പലമുകൾ BP സ്റ്റീലിലേക്ക് പോയി മടങ്ങി വരവെയാണ് ബാർജ് ചമ്പക്കര കനാലിൽ ചമ്പക്കര പാലത്തിന് താഴെ ഇത്തരത്തിൽ നിയന്ത്രണം പോയി സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചു നിന്നത്. ബാർജിന്റെ പങ്കയിൽ പായൽ കുടുങ്ങിയതാകാം അപകട കാരണം എന്ന് കരുതുന്നു, നിയന്ത്രണം പോകാനുള്ള കാരണം എന്ന് കരുതുന്നു. ഇതെപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഐലൻഡിൽ നിന്നും FACTയിലേക്ക് സൾഫറും റോക്കുമായിട്ട് പോരുന്ന ബാർജ് ചമ്പക്കര പാലത്തിനടിയെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് സൈഡ് വാളിൽ ഇടിച്ച് തിരിഞ്ഞു നിൽക്കുകയാണ്. ഭാഗ്യത്തിന് നമ്മുടെ പൊളിച്ചു മാറ്റാനുള്ള പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾക്ക് പോയി ഇടിക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ അതെല്ലാം തകർന്നു വീഴാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ഇത് നിങ്ങൾ കുറേ നാളുകളായി ഇവിടെ പ്രതിഷേധമൊക്കെ ഉണ്ടല്ലോ, ഇത്തരത്തിൽ ഈ സംരക്ഷണ ഭിത്തിയൊക്കെ പൊളിച്ചു മാറ്റുന്നില്ല എന്ന്. അതെ, ഈ പുതിയ പാലം പണിതതിന് ശേഷം പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ വലിയ തടസ്സമായിട്ടിവിടെ നിൽക്കുകയാണ്. അത് പലപ്പോഴും ഈ അപകട സാധ്യതകൾ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ പൊളിച്ചു മാറ്റണമെന്നുള്ള നിരന്തര ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുകയാണ്. അങ്ങനെ പൊളിച്ചു മാറ്റിയാൽ തന്നെ ഇതിലൂടെ ബാർജാണെങ്കിലും മറ്റ് ബോട്ടുകൾക്കാണെങ്കിലും സഞ്ചരിക്കാൻ കുറച്ചുകൂടി സൗകര്യമാകും. ഇത് നടുക്ക് പഴയ പാലത്തിൻ്റെ ആ തൂണിങ്ങനെ നടുക്ക് നിൽക്കുകയാണ്. അത് അപകടത്തിനുള്ള സാധ്യത കൂടുതലാണ്. ചമ്പക്കര ദേശീയപാത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഒരു ദേശീയ ജലഗതാഗതം നടക്കുന്ന ഒരു സ്ഥലമാണ്. പ്രധാനപ്പെട്ട ഒരു ജലഗതാഗത മാർഗവുമാണ് ഇത്. ഇങ്ങോട്ട് ബാർജ് നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇന്ധനം നിറച്ച് മടങ്ങി വന്നതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങനത്തിനൊപ്പം റിപ്പോർട്ടർ ലേപി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.